നല്ല വൈകുന്നേരം വന്ന വർക്ക് കേട്ടോ, പെട്ടെന്ന് ഷോർട്ട് നോട്ടീസിലുള്ള വർക്കാണ്. പിന്നെ എപ്പോഴും മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചൊരു ഹെവി ലുക്ക് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അത് പിന്നെ സെറ്റിലായി വരും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോർഹെഡ് നന്നായിട്ട് കൺസീലർ കൊടുത്തിട്ട് ക്ലിയർ ചെയ്തേക്കണേ. കാരണം ഇതാണ് നമ്മൾ ഇന്നത്തെ ബ്രൈഡ് ഷാനി അല്ലേ പേര് പറഞ്ഞ ഷാനി. നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർഡ് അല്ല, ഇന്നലെ വൈകുന്നേരം വന്ന വർക്ക് കേട്ടോ, പെട്ടെന്ന് ഷോർട്ട് നോട്ടീസിലുള്ള വർക്കാണ്. അപ്പം എന്തൊക്കെയാ നമ്മൾ ഒന്നും ഡിസ്കസ് ചെയ്തില്ല കംപ്ലീറ്റ്ലി. നമുക്ക് രണ്ടാക്കും പരസ്പരം യാതൊരു ഐഡിയ ഇല്ല. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് സിമ്പിൾ മേക്കപ്പ് മതി, തീരെ ഒബ്വിയസ് ആയിട്ട് കാണുന്ന രീതിയിലുള്ള ഒന്നും വേണ്ട. ഐയും വേണ്ട, ഫേസ് ഒക്കെ കറക്റ്റ് സ്കിൻ ടോണിൽ തന്നെ ഒന്ന് ഈവൺ ആയാൽ മാത്രം മതി. അങ്ങനെ ലൈറ്റ് ആവുന്നു, വളരെ സട്ടിലായി, ഭയങ്കര സട്ടിൽ ആയിട്ടുള്ളത് മതി. വേറെ ഒന്നും എടുത്ത് നിൽക്കുക ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ ബ്രൈഡും പറയുന്ന സെയിം കാര്യങ്ങൾ തന്നെ, വല്ല വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും പറയുമ്പോൾ തന്നെ ലെൻസ് വെച്ചൂടെ? അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. ഇനി അതിൻ്റെ ഇടയിൽ ഷാനിക്ക് എന്ത് പറയണമെങ്കിലും പറയാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഷാനിൻ്റെ ഇതെന്താണോ അതിന് പറയാം. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് തന്നെ നമുക്ക് പോയാൽ മതി. കാരണം എങ്ങനെ പറയാമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, അതിനനുസരിച്ച് ചെയ്ത് തന്നെ പോകാം. പിന്നെ എപ്പോഴും മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ചൊരു ഹെവി ലുക്ക് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അത് പിന്നെ സെറ്റിലായി വരും. അതുകൊണ്ട് ടെൻഷൻ ആവുക വേണ്ട. കാരണം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നമുക്ക് ഇതായിട്ട് പിന്നെ അത് സെറ്റ് ആവുക ചെയ്യാം. അപ്പോൾ ആ സ്റ്റാർട്ടിങ് വരുന്നത് കണ്ടിട്ട് ടെൻഷൻ ആവണ്ട. പിന്നെ അവസാനം ആകുമ്പോഴേക്കും അവസാനം ലാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് എന്ത് ഇതുണ്ടെങ്കിലും നമുക്കത് കറക്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പം അതുവരെ ക്ഷമയോടുകൂടി കാത്ത് നിൽക്കുക. അതായത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ ചെയ്യാം. ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാനൊരു മെഡിക്കേറ്റഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തതാ? ഹെയറും ഇല്ലല്ലോ കാര്യമായിട്ട് റിമൂവ് ചെയ്യാനായിട്ടൊന്നും? ഇല്ല ഇല്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഷാനിൻ്റെ സ്കിന്നിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സ്കിന്നിൽ പണ്ടൊരു പിമ്പിൾ വന്നതിൻ്റെ ജസ്റ്റ് മാർക്സ് എന്നല്ലാതെ കാര്യമായിട്ട് നമുക്ക് കൺസീൽ ചെയ്യാനൊന്നുമില്ല. പക്ഷെ നെറ്റിയിൽ നന്നായിട്ട് ടാൻ ഉണ്ട് അല്ലേ? ഇത് നേരത്തെ ഉള്ളതാണോ ഈ ഒരു ഡിസ്കളറേഷൻ, അതോ ഇപ്പോൾ ടാൻ അടിച്ചിട്ടോ? ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോർഹെഡ് നന്നായിട്ട് കൺസീലർ കൊടുത്തിട്ട് ക്ലിയർ ചെയ്തേക്കണേ. കാരണം ചിലർക്ക് നമ്മൾ നെറ്റിയിൽ നല്ലതുപോലെ ടാൻ ഉള്ളവരുണ്ടാവും. അപ്പോൾ നമ്മളത് ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ട് കൺസീൽ ചെയ്ത് ഈവൻ ആക്കിയതിന് ശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴിയുന്നത് ഇങ്ങനെ ഡോട്ട്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ ബ്രഷ് വെച്ച് തന്നെ ഈവനായിട്ട് ജസ്റ്റ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് പോവുക. ഫേസിൽ പെയിൻറ്റ് ചെയ്ത് പോയ ശേഷം നമുക്കൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പം സ്കിന്നിൽ അത് പാച്ചി ലുക്ക് ഉണ്ടാവില്ല, എല്ലാം ഈവനായിട്ട് കയറും. അല്ലാന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഇതിപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് നാസിൻ്റെ ഫൗണ്ടേഷനാണ്. അതെല്ലാം നമ്മൾ ഹുദയുടെ ഫൗണ്ടേഷൻ ആണെങ്കിൽ അത് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയാണ്, ഒരു മാറ്റ് ഫിനിഷും ആണ്, തിക്ക് കൺസിസ്റ്റൻസി. അത് നമ്മൾ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഡ്രൈ ആയിപ്പോവും. ഉടനെ തന്നെ ബ്ലെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇതേപോലുള്ളൊരു ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ബ്രഷ് വെച്ചിട്ട് അത് ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുക. നമ്മളെ ഹെയറിൻ്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലേക്ക് തന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യാതെ. എന്നിട്ട് അതിൻ്റെ ശേഷം ബ്യൂട്ടി ബ്ലെൻഡ് വെച്ചിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫിനിഷിങ്ങിലേക്ക് എടുക്കാൻ പറ്റും. ഷാനി എന്താ ചെയ്യുന്നത്? ഞാൻ MBBS ഫൈനൽ ഇയർ കഴിഞ്ഞോ? എക്സാം കഴിഞ്ഞു. എനിക്ക് ഇന്റേൺഷിപ്പും കൂടെ ബാക്കി. എവിടെയാ? MES വരുന്നത്. ടെൻഷൻ ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല, ലാസ്റ്റ് ആയതുകൊണ്ട് എന്തായി വരും എന്നൊരു കൺഫ്യൂഷൻ. ഞാൻ ചെയ്യണം എന്നുള്ളതായിരിക്കും. ഓരോരുത്തരെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് പറയുമല്ലോ, അതേപോലെ ഞാൻ ചെയ്തിട്ട് ഇറങ്ങണം എന്നായിരിക്കും കണക്കാക്കിയിട്ടുണ്ടാവുക. കൂളായിട്ട് റിലാക്സ് ചെയ്തിരുന്നോ കേട്ടോ, കാരണം ഒരു ടെൻഷനും വേണ്ട. ഇന്നലെ രാവിലെയാണ് പിന്നെ വേറെ ആളെ തപ്പിയത്. ഇന്നലെ രാവിലെയാണോ നിങ്ങൾ അറിയുന്നത്? അത് ഇന്നലെ രാവിലെയാണ് പറയുന്നത്. ഇപ്പോഴും ആ ഒരു ഷോക്ക് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തില്ല തോന്നുന്നുണ്ട്. കാരണം ഫേസിൽ ഇപ്പോഴും ആ ഒരു ആക്ച്വലി ഇങ്ങനത്തെ ടിക്ക വെക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിലേക്ക് സ്ട്രിങ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ കൂടെ കിടക്കുമ്പോൾ ശരിക്കും അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ശരിക്കും അല്ലാത്ത സിംഗിൾ പീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് ഹെയർ വിട്ട് കഴിഞ്ഞാൽ അത്രയും നമ്മളെ ഫേസ് നമുക്ക് മെലിയിപ്പിച്ചെടുക്കാൻ പറ്റും. കോണ്ടോർ ചെയ്താലും ശരി, നമ്മൾ കുറച്ച് ഹെയറും കൂടെ വന്ന് ഫേസിൻ്റെ സൈഡ് കട്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫേസ് തിന്നായിട്ട് തോന്നും. ഇതിന് നമുക്ക് അത്ര തന്നെ കഴിയില്ല, എന്നാലും മേക്കപ്പ് നല്ല നീറ്റായിട്ടുണ്ട്.
സമാധാനായില്ലേ? ഇയാള് ഒട്ടും കോൺഫിഡന്റ് അല്ല കേട്ടോ. എന്തൊരു ടെൻഷനാണ്. ആ ടെൻഷൻ ശരിക്കും ഫേസിൽ കാണുന്നുണ്ട്. കൂടെ ഇല്ല, നമ്മളെല്ലാരും ഇത് എപ്പോഴും പറയുന്നതാണ്. ഒക്കെ കൊറേ എനിക്ക് തോന്നുന്നു കൊറേ തെറ്റായ ഓരോ ഇതുണ്ട്. എനിക്ക് മേക്കപ്പ് മാച്ച് ചെയ്യൂല, അങ്ങനൊന്നുമില്ല. കിട്ടിക്കോട്ടെ. അങ്ങനെ നമ്മളെ ബ്രൈഡ് റെഡിയായി. എന്താണ് അഭിപ്രായം പറഞ്ഞോളൂ. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയോ? കൂളായോ? ഇപ്പം മേക്കപ്പ് ഓവറായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ ആ റിക്വയർമെന്റ്സ് ഓക്കെ കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നുണ്ടോ? ഇഷ്ടായി? ഹാപ്പിയാണ് എല്ലാ കാര്യങ്ങളും? അങ്ങനെ നമ്മള് ലാസ്റ്റ് നിമിഷം വന്ന് ഇന്നലെ വൈകിട്ട് ബുക്ക് ചെയ്ത് വന്നിട്ട് ഇന്നിപ്പോ പ്രതീക്ഷിക്കാത്തൊരു ബ്രൈഡാട്ടോ. കാരണം എനിക്കായിരിക്കും ഇവിടെ ഒരുക്കി ഇറക്കാനുള്ള യോഗം. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.